അഭിഷേകമന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തില് 1 മുതലുള്ള വചനഭാഗത്ത് ഊസ് ദേശത്ത് ഇയ്യോബ് എന്നു പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകന്നവനും ആയിരുന്നു. നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ടകന്നവൻ. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായിരുന്നു. വലിയ സമ്പന്നനായ ഒരു കുടുംബത്തിലെ ആളായിരുന്നു. ഇയ്യോബ് ദൈവസന്നിധിയിൽ വലിയ നിഷ്കളങ്കനായ മനുഷ്യനായിരുന്നു, നേരുള്ളവനായിരുന്നു, സത്യസന്ധനായിരുന്നു, ദോഷം വിട്ടകന്നവനായിരുന്നു. ഇങ്ങനെ ദൈവത്തിന്റെ ഹൃദയത്തിൽ, ദൈവത്തിന്റെ മനസ്സിൽ സ്ഥാനമുള്ള ആളായിരുന്നു ഇയ്യോബ്. ഒരിക്കൽ പിശാച് ദൈവസന്നിധിയിൽ കടന്നു എന്ന് ദൈവത്തോട് പറയുകയാണ്, നീ ഇയ്യോബിനെ സംരക്ഷിക്കുന്നത് കൊണ്ടാണ് അവൻ നിനക്കെതിരെ നിൽക്കാത്തത്. ഇയ്യോബിനെതിരെ നിൽക്കാനുള്ള ദൈവസന്നിധിയിൽ നിന്ന് അനുവാദം വാങ്ങിയിട്ടാണ് പിശാച് കടന്നു വന്നത്. ഇയ്യോബിന്റെ സകല സമ്പത്തുകളെയും പിശാച് നശിപ്പിച്ചു. മക്കളെയും ജോലിക്കാരെയും എല്ലാം നശിപ്പിച്ചു. എല്ലാവരും തള്ളിപ്പറഞ്ഞു. ഭാര്യയടക്കം എല്ലാവരും തള്ളിപ്പറഞ്ഞു. ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയാൻ ഇടയാകേണ്ടത്. ജീവിതത്തില് ഇതുപോലെ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ കടന്നു വരുമ്പോൾ വലിയ സമ്പന്നനായിരിക്കുന്നവരുടെ നടുവിൽ നിന്റെ സമ്പന്നത മുഴുവനും ഒരു ദിവസം കൊണ്ടില്ലാതെയാകുമ്പോൾ നീ സീറോയാകുന്ന ഒരു അന്തരീക്ഷത്തെ അല്ലെങ്കിൽ ഒരു നിമിഷത്തെ ചിന്തിക്കാൻ പറ്റുമോ? ഇയ്യോബ് ബൈബിൾ പറയുന്ന പ്രകാരം അവൻ നിഷ്കളങ്കനാണ്, നേരുള്ളവനാണ്, ദൈവഭക്തനാണ്, ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. അവൻ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി. സകലതും നഷ്ടപ്പെട്ടു. ശരീരം മുഴുവൻ രോഗം കൊണ്ട് നിറഞ്ഞു. ഇയ്യോബ് പറയാ, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ദൈവം തരാത്ത എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടോ? ദൈവം തന്നതെല്ലാം ദൈവത്തിന് എടുക്കാൻ കഴിയും. ദൈവം തന്നതല്ലാതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ലെന്ന് ഓർക്കണം. ഇയ്യോബിന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. കാരണം ഇയ്യോബ് നിഷ്കളങ്കനായിരുന്നു, നേരുള്ളവനായിരുന്നു, ദോഷം തട്ടാത്തവനായിരുന്നു, അവൻ ഭക്തനായിരുന്നു, പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു. ഇത്രയും ആത്മീയ ഗുണമുള്ള ഈ ഇയ്യോബിന് ഇത്രയും വലിയ വേദനയും ഇത്രയും വലിയ പീഡനവും ഇത്രയും വലിയ വിഷമതകളും ഉണ്ടായപ്പോഴും ഇയ്യോബ് ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, എല്ലാം നഷ്ടപ്പെട്ടു പോയി. പ്രിയമുള്ളവരെ, എല്ലാം നഷ്ടപ്പെട്ടു പോയി. എല്ലാവരും തള്ളിപ്പറഞ്ഞു. കർത്താവ് മാത്രമാണ് കൂടെ ഉണ്ടായിരുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോടൊരു ദൂത് പറയാം. എല്ലാവരും തള്ളിക്കളയുന്ന സമയത്ത് നമ്മെ നിർത്തിയ ഒരു ദൈവത്തെ ഹൃദയവും മനസ്സും തുറന്ന് ഈ പരാജയത്തിന്റെ നടുവിൽ ആരാധിക്കാൻ പറ്റുമോ? ശരീരം മുഴുവൻ വ്രണം വന്നു, രോഗം വന്നു. ഇതെല്ലാം കണ്ടിട്ടും ദൈവത്തെ മഹത്വപ്പെടുത്തണമെങ്കിൽ നമ്മൾ കർത്താവിന്റെ യഥാർത്ഥ ഭക്തനായി, യഥാർത്ഥ ശിഷ്യനായി, യഥാർത്ഥ പ്രാർത്ഥിക്കുന്നവനായി, ദൈവം തന്നതാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ കൂടെ ജീവിക്കാൻ എനിക്ക് മറ്റൊന്നും വേണ്ട. പൗലോസ് ഒരിക്കൽ പറയുകയാണ് ചെയ്തത്, ശരീരത്തിൽ ഒരു ശൂലം വന്നപ്പോൾ
പൗലോസ് പറയുകയാണ്, എൻ്റെ ബലഹീനതയിൽ എനിക്ക് ശക്തി തന്നു ദൈവം. ഇതുപോലെ ബലഹീനതയിൽ ശക്തി തരുന്ന ഒരു ദൈവമുണ്ട്. രോഗം വരുമ്പോൾ കുറ്റപ്പെടുത്തുകയല്ല, ശപിക്കുകയല്ല, പരിഹസിക്കുകയല്ല. ദൈവത്തിന് അതിനപ്പുറം നമ്മെ നിർത്താൻ കഴിയും. എന്നാൽ യോബിന് നഷ്ടപ്പെട്ടതെല്ലാം ദൈവം തിരിച്ചു കൊടുത്തു. അവന് ജീവിതം തിരിച്ചു കൊടുത്തു. അവന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, ദൈവത്തോടു കൂടെ വിശ്വസ്തയോടെ നിൽക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് നമ്മുടെ മധ്യേ അവൻ പ്രവർത്തിക്കും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, യോബിന്റെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ വേദനജനകമായ അവസ്ഥയുണ്ടായിട്ട് പോലും പിശാചിൻ്റെതായ തന്ത്രങ്ങളിൽ നിന്നെല്ലാം യേശു ക്രിസ്തുവിനെ രക്ഷിതാവും നാഥനുമായി ആരാധിക്കുന്ന ഒരു കൂട്ടത്തെ ഇന്ന് ദൈവം കാണുന്നു. അതിലൊരാളാണ് ഞാനെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ കർത്താവിന്റെ സന്നിധി നിൽക്കാൻ പറ്റുമെങ്കിൽ അതാണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം. അതിനെ ഓർത്ത് കർത്താവിന് നന്ദി പറയാം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.